ണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു മാനദണ്ഡം വെക്കുവാണെന്നുണ്ടെങ്കിൽ ആണ് ആലോചന വരുന്നത്. അപ്പോൾ അതിലധികം കോളേജിലെ കുട്ടികൾ കേരള ടെക് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കീം 2024 Q&A സെക്ഷൻ്റെ പാർട്ട് 2 ആണ്. സോ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് കോളേജിലെ സർട്ടിഫിക്കറ്റിലാണോ പ്രൈവറ്റ് കോളേജിൻ്റെ സർട്ടിഫിക്കറ്റിനാണോ വാല്യൂ കൂടുതൽ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടുതൽ കുറവൊന്നുമില്ല. അതായത് ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ബേസിസിൽ. ഇനി ചില ഗവൺമെൻറ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചില പ്രൈവറ്റ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇതിനുള്ളൊരു മാനദണ്ഡം എന്ന് പറയുന്നത് കോളേജിൻ്റെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തന്നെ കോളേജിൻ്റെ അഫിലിയേഷൻ, അക്രഡിറ്റേഷൻ, അതുപോലെ തന്നെ കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ്, പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഫാക്കൽറ്റി, അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റീസ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു കോളേജിൻ്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. സോ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ പ്രൈവറ്റ് കോളേജിൻ്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കുറവാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളെക്കാൾ മികച്ച് നിൽക്കുന്ന പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്യുസാറ്റ് തൃക്കാക്കര ഓർ MA കോളേജിനെ കുറിച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നല്ലൊരു കോളേജ് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസ് നല്ലൊരു ബ്രാഞ്ച് തന്നെയാണ് അവിടുത്തെ. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് MA കോളേജിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് അറിയൂ. അതായത് ക്യുസാറ്റ് തൃക്കാക്കരയെക്കുറിച്ച് അധികം ഇൻഫർമേഷൻ എൻ്റെ കയ്യിലില്ല. സോ അതുകൊണ്ട് അതിനൊരു കൃത്യമായിട്ടൊരു ഉത്തരം പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ബി ഫാമിന് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. അറ്റ് ദ സെയിം ടൈം നേഴ്സിംഗിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻ ദ കേസ് നേഴ്സിംഗിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബി ഫാം നിർത്തിപ്പോയിട്ട് നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ നേഴ്സിംഗിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ബി ഫാമിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചൊരു കുട്ടി ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ബി ഫാമിന് ചേർന്നു, അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ ഒരു നേഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ് നടന്നത്. നേഴ്സിംഗിന് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബി ഫാം ക്വിറ്റ് ചെയ്തിട്ട് പോകാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കീമിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സും കഴിയുന്നതിന് മുമ്പാണ് നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്, സിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങൾ ക്വിറ്റ് ചെയ്തിട്ട് നേഴ്സിങ്ങിന് പോകുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതുപോലെ ക്വിറ്റ് ചെയ്ത് നേഴ്സിങ്ങിനായിട്ട് പോകാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതെന്ന് വെച്ചാൽ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ലിക്വിഡേറ്റഡ് ഡാമേജസിന് ഒരു ക്ലോസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടൊരു പെനാൽറ്റി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതൊന്ന് ആലോചിച്ചോളുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ CS കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാമോ എന്ന്? എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെക്കുറിച്ചൊന്നും അറിയില്ല ബ്രോ, സോറി. എനിക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഭാവിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോയ്ക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ തരാനായിട്ട് ശ്രമിക്കാം. ഇനി നെക്സ്റ്റ്, ബി ഫാമിൻ്റെ റാങ്ക് 4552 ഗവൺമെൻറ് കോളേജ് കിട്ടുമോ? അപ്പം ബി ഫാമിൻ്റെ റാങ്ക് കമൻ്റായിട്ട് ഇടുന്നവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഗവൺമെൻറ് കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി ബി ഫാമിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള റാങ്ക് സംബന്ധമായിട്ടുള്ള കമൻറ്റ്സ് ഇടുന്നവരെല്ലാവർക്കും തന്നെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടുമെന്ന്, ഗവൺമെൻറ് കോളേജ് കിട്ടുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻ RIT അല്ലെങ്കിൽ EEE ഇൻ TKM ആണ്. അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ TKM ആണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് ചൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേസ്മെൻറ്റ് മാത്രമാണ് എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് മാത്രമാണ് ഒരു എയിം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TKM ചൂസ് ചെയ്യാം. TKMൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. RIT വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TKMൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് കോഴ്സ് അധിഷ്ഠിതമായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കോഴ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സായാലും കുഴപ്പമില്ല, RIT പഠിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RIT ചൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ പ്ലേസ്മെൻ്റ് ആണ് നിങ്ങളുടെ ഒരു കൺസേൺ എന്നുണ്ടെങ്കിൽ കറണ്ട് സിനേറിയോയിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് TKMൽ പ്ലേസ്മെൻറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജിൻ്റെ ഫീസാണ്. നോർമലി പ്രൈവറ്റ് കോളേജ് ഫീസ് ഏറ്റവും മിനിമം ഒരു 30,000 രൂപയൊക്കെ വർഷം ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ കോളേജിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച്, നല്ല ക്വാളിറ്റി കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സെമസ്റ്ററിൻ്റെ, അതായത് ഇയർലി നിങ്ങളുടെ എക്സ്പെൻസും കൂടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 30,000 ഒന്നും ആയിരിക്കത്തില്ല, അതിൽ കൂടുതലായിരിക്കും വരുന്നത്. പിന്നെ ചില കോളേജുകൾ സ്റ്റുഡൻസിന് ചില ഇളവുകൾ നൽകുന്നുണ്ട്. അതായത് ACT തന്നെ ചില കുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ടത്, അതായത് ട്യൂഷൻ ഫീ വേവിയറിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, FW എന്ന് പറയും, FWന് എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. അത് സപ്പോർട്ട് ചെയ്യുന്ന കോളേജാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ചില കോളേജുകൾ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ബേസിസിൽ നിങ്ങൾക്ക് ഫീസിൽ റിഡക്ഷൻ തരും. ചില കോളേജുകൾ കീമിൻ്റെ ആദ്യത്തെ 5000 റാങ്കിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി ഫീസ് അടച്ചാൽ മതി, അല്ലെങ്കിൽ 25% ഫീസ് അടച്ചാൽ മതി എന്നുള്ള ഓഫറുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ആ ഒരു കോളേജിനെ വിളിച്ചന്വേഷിക്കുക. നിങ്ങൾ ഏത് കോളേജിലാണോ ചേരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോളേജ് വിളിച്ചന്വേഷിച്ചതിന് ശേഷം മാത്രം അക്കാര്യം ഉറപ്പിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റ് റീപബ്ലിഷ് ചെയ്യുക. എൻട്രൻസിൻ്റെ സ്കോർ മാത്രമേ പരിഗണിക്കാവൂ. +2ൻ്റെ
സ്കോർ പരിഗണിക്കാതെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പീനിയൻ വന്നു, +2ൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യാതെ. അപ്പം ആ ഒരു ബ്രോയോട് പറയാനുള്ളത് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ കീം 2024 എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികളെ എയിം ചെയ്തിട്ടുള്ള, അവർക്ക് ഒരു എൻട്രൻസ് എഴുതി ഒരു നല്ലൊരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിന് എൻ്റർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. സാധാരണ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പോലെ തന്നെ ചെറുതായിട്ടുള്ള ഡിഫിക്കൽട്ടി ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പം എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവർക്ക് മാത്രമല്ല, ഈ ഒരു സാധാരണക്കാരായ കുട്ടികളും മിക്കവരും പഠിക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠന നിലവാരം പുലർത്തുന്ന കുട്ടികളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ, അവർക്കും ഒരു എൻട്രൻസ് സാധ്യത തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു +2ൻ്റെ മാർക്ക് ആഡ് ചെയ്യാനായിട്ട് നിർദ്ദേശം വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു +2ൻ്റെ മാർക്കോട് വെച്ചിട്ട് റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് GEC വയനാട് ഓർ GEC ഇടുക്കി. നെഗറ്റീവ് കമൻസൊക്കെ ഒരുപാട് കണ്ടല്ലോ. ആ ഒരു കോളേജിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് GEC വയനാടിനെ കുറിച്ച് പേഴ്സണലി ഒന്നും അറിയില്ല. പക്ഷേ GEC ഇടുക്കിയെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് ആദ്യമായിട്ട് കേട്ടു തുടങ്ങിയത് എൻ്റെ അറിവിൽ ഒരു 2022 പോലീസ് കേസ് റിലേറ്റഡ് ആയിട്ടൊരു വാർത്തയൊക്കെ പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്നു ഈ ഒരു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച്. അതിനുശേഷമാണ് ആൾക്കാരിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ ഞാൻ ഇവരുടെ പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. കോളേജിലെ ഫെസിലിറ്റി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഇവരുടെ പ്ലേസ്മെൻറ്റ് PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിരുന്നു. ഞാൻ ആ പ്ലേസ്മെൻറ്റ് PDF കടന്നു പോയപ്പോൾ മിക്കതും ഓഫ് ക്യാമ്പസ് ഡ്രൈവിലൂടെയാണ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഒന്നുമില്ല, ഒരു കോളേജിൽ ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ കൂടുതലായിരിക്കണം. അത് ആ ഒരു കോളേജിൻ്റെ റെപ്യൂട്ടേഷനെയും കൂടി മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനദണ്ഡമായിട്ട് വേണമെങ്കിൽ പറയാം. ഓഫ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ഒന്നിലധികം കോളേജിലെ കുട്ടികളെ ഒരുമിച്ച് ക്ഷണിച്ചിട്ട് ഒരു കമ്പനി ഒരു ഡ്രൈവ് നടത്തുന്നുള്ള രീതിക്കാണ് ഈ ഒരു ഓഫ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അതിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും ക്ഷണം കിട്ടി എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഓഫ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ആ ഒരു PDF വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. PDF നോക്കിക്കഴിഞ്ഞാൽ മിക്കതും ഓഫ് ഡ്രൈവ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ്. പിന്നെ GEC വയനാടിനെ കുറിച്ച് എനിക്ക് അധികം ഒന്നും അറിയില്ല, അപ്പം അതിന് ക്ഷമിക്കുക നിങ്ങൾ. ഇനി ഇതായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീസ് അടയ്ക്കണം. അതുപോലെ തന്നെ വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കോളേജ് ചേഞ്ച് വന്നാൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുമോ? അതായത് സാധാരണ രീതിയിൽ വരാറില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, അപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ആ ഒരു കോളേജ് മാറിക്കഴിഞ്ഞാലും വീണ്ടും രണ്ടാമതായിട്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്ന കേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാ അലോട്ട്മെൻറ്റിലും നിങ്ങൾ പങ്കെടുത്തു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മോപ്പപ്പ് എല്ലാത്തിലും പങ്കെടുത്തു. അങ്ങനെ എല്ലാത്തിലും പങ്കെടുത്തിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചൊരു കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അഡ്മിഷൻ കിട്ടാത്ത സമയത്ത് നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് പക്ഷേ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കോളേജിനനുസൃതമായിട്ടുള്ള ഫീസ് മാനുവലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു കോളേജ് മാനേജ്മെൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നേരത്തെ അടച്ച പൈസ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് CE തന്നെ റീഫണ്ട് ചെയ്ത് കിട്ടും. ഇനി സപ്പോസ് നിങ്ങൾ ഫീസ് അടച്ചു പക്ഷേ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം CE നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരും. അതിനുള്ള നോട്ടിഫിക്കേഷൻ CE സാധാരണ രീതി എല്ലാ വർഷവും പുറത്തിറക്കാറുണ്ട്. ഇനി ഇതായിട്ട് ചോദിച്ചിരിക്കുന്ന NIT MECOR CET ECE ആണ്. അത് NITയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ CETയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് ബേസിസിൽ നോക്കുവാണെങ്കിൽ NIT കോഴിക്കോട്, ഇപ്പോൾ NIT കോഴിക്കോടാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ പ്ലേസ്മെൻറ്റ് ബേസിസിൽ പറയുവാണെങ്കിൽ CETയെക്കാട്ടിലും പ്ലേസ്മെൻറ്റ് ഉള്ളത് NIT തന്നെയാണ്. NITയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയാലും ഒരുപാട് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. ഇനി ആ രണ്ട് കോളേജിൻ്റെയും ഒരു വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്താലും NIT കോഴിക്കോടിന് വാല്യൂ കൂടുതലാണ്, CETയെക്കാട്ടിലും വാല്യൂ കൂടുതലാണെന്ന് വേണം പറയാനായിട്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജോലിക്ക് പോകുന്നു, NITയിലെ ഒരാളുമുണ്ട്, അതുപോലെ തന്നെ CETയിലെ ഒരാളുമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ പെർഫോം ചെയ്തു. അവസാനം ഒരു മാനദണ്ഡം, നിങ്ങൾ എല്ലാ രീതിയിലും ഒരേപോലെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു മാനദണ്ഡം വെക്കുകയാണെന്നുണ്ടെങ്കിൽ CET അല്ലെങ്കിൽ NIT എന്നൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മിക്ക കമ്പനികളും NIT ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സിവിലാണോ IT ആണോ നല്ലത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം സിവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മേഖലയിലൊക്കെ ഒരുപാട് അവസരങ്ങൾ സിവിലിനുണ്ട്. ഇനി IT പറയുകയാണെന്നുണ്ടെങ്കിൽ IT നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ അവസരങ്ങൾ ഇല്ലെന്നല്ല, കുറവാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതൽ ഉള്ളിലോട്ട് ഇറങ്ങി കണ്ടെത്തേണ്ടതായിട്ട് വരും. പക്ഷേ പ്രൈവറ്റ് ഫേമിൽ IT എഞ്ചിനീയേഴ്സിന് വൻ ഡിമാൻഡാണ്. കറണ്ട് സിനേറിയോയിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ IT എഞ്ചിനീയേഴ്സിന് ഭയങ്കര ഡിമാൻഡാണ്. അതായത് ഈ ഒരു 4 വർഷം കൊണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിന് കയറി 4 വർഷം കൊണ്ട് എന്തെങ്കിലും ഒരു സ്കില്ല് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റോ വെബ് ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതാണ് IT എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചധികം സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും.
ഗവൺമെൻറ് മേഖലകളിൽ കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് ടെസ്റ്റൊക്കെ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ ഓർ IT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ IT ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോളേജിനാണോ കോഴ്സിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അത് എന്താണ് പറയേണ്ടത്, അത് കുറച്ച് കൂടുതൽ പറയാനുള്ളൊരു ടോപ്പിക്കാണ്. അതായത് കോളേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മീൻസ് കോളേജ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വീട് പോലാണ്. ഇപ്പോൾ നിങ്ങളൊരു ഒരു കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കല്യാണാലോചന വരുന്നു. അപ്പോൾ ആദ്യമായിട്ടും കല്യാണാലോചന കൊണ്ടുവരുന്ന വീട്ടുകാർ എന്ത് കണ്ടിട്ടായിരിക്കും വരുന്നത്? പ്രധാനമായിട്ടും നിങ്ങളുടെ വീട്ടുമഹിമ കൂടി കണ്ടിട്ടായിരിക്കും നിങ്ങളിലേക്ക് വിവാഹാലോചനയും കൊണ്ട് വരുന്നത്. സോ നിങ്ങൾ പഠിക്കുന്ന കോളേജിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ നല്ല കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കോഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനി എത്രയൊക്കെ നല്ല കോളേജിൽ പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു കോഴ്സാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയോജനം വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരേ സമയം നല്ല കോളേജ് തിരഞ്ഞെടുക്കുക. രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, കോളേജിനും കോഴ്സിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരേ സമയം നല്ലൊരു കോളേജും തിരഞ്ഞെടുക്കുക. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ ഉറപ്പായിട്ട് എനിക്കിത് സെറ്റാവും. ഇപ്പോൾ ഒരു കോഡിംഗ് ഒക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കുക. ഇനി ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സിനായിട്ടുള്ള വർക്കിങ്സ് അതിനകത്തൊക്കെ എക്സ്ട്രീംലി പാഷനേറ്റ് ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് എടുക്കുക. അപ്പം നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് കൃത്യമായിട്ടൊരു കോഴ്സ് കണ്ടെത്തി മികച്ചൊരു കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ കോളേജും കോഴ്സും രണ്ടും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോളേജ് സൈഡിൽ നിന്നൊരു പുഷ് കിട്ടൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റും, പക്ഷേ ചെറിയൊരു കാലതാമസം എടുക്കും. പക്ഷേ നല്ലൊരു കോളേജ് കയറുകയാണെന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് കോളേജിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്. സൈനിങ് ഔട്ട്.